السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സിദ്ദീഖ് മന്നാനി യൂട്യൂബ് ചാനലിലെ ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും സിദ്ദീഖ് മന്നാനി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹാദരവുകളോടെ സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന അറിവ് ആയുസ് വർദ്ധിക്കുവാൻ ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരിക്കലും നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയാത്ത ഒന്നാണ് ആയുസ്. ആരോഗ്യത്തിനു വേണ്ടി രുചികരമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചും നിരന്തരമായി വ്യായാമം ചെയ്തും ടെസ്റ്റുകൾ ചെയ്തും മനുഷ്യൻ എപ്പോഴും ആയുസ് നീട്ടിക്കിട്ടുവാൻ വേണ്ടി കൊതിക്കുന്നവരാണ്. എന്നാൽ ആയുസ് വർദ്ധിക്കുവാൻ മഹാന്മാർ രേഖപ്പെടുത്തിയ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്യുന്നത്. 1. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ്. മഹാനായ പ്രവാചകന്റെ സദസ്സിലുള്ള ഒരു വ്യക്തിയെ ചൂണ്ടിവിട്ട്, ഈ വ്യക്തി ഇനി ഏതാനും ചില ദിവസങ്ങൾ കൂടി മാത്രമേ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അറിവ് നൽകി മടങ്ങിപ്പോയി. മലക്ക് പറഞ്ഞ സമയം എത്തിയിട്ടും മരണപ്പെടാതിരുന്ന വ്യക്തിയെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അസ്റാഈലിനോട് മറ്റൊരിക്കൽ ഇതേക്കുറിച്ച് വിശദീകരണം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, താങ്കൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മരണസമയം ഉണർത്തിയിരുന്നുവല്ലോ. ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പിണങ്ങി നിന്ന കുടുംബത്തിന്റെ ചാരത്തേക്ക് ചെല്ലുകയും അവരുമായി പിണക്കങ്ങൾ മാറ്റി ഇണക്കത്തിലാവുകയും അവരെ സഹായിക്കുകയും പരിചരിക്കുകയും കൂട്ടുകുടുംബ ബന്ധം വളരെ ഊഷ്മളമായ നിലയിൽ നിലനിർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 20 വർഷം കൂടി അദ്ദേഹത്തിന്റെ ആയുസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ഒരു ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ കൂടി തന്നെ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാവുന്നതാണ്. കുടുംബ ബന്ധം ചേർത്താൽ നമുക്ക് ആയുസ് വർദ്ധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 2. ദാനധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അശരണരും നിരാലംബരുമായ സമൂഹത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതാണ് സ്വതക്ക. അവരുടെ സാമ്പത്തികമായ വിഷമങ്ങളിൽ നാം പങ്കാളികളാവുകയും അവരെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കും. അസ്വദഖത്തു റദ്ദുൽ ബലാ. ദാനധർമ്മം ബലാഉകളെ, അള്ളാഹു നമുക്ക് കരുതി വെച്ചിരിക്കുന്ന പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ മാറ്റിക്കളയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും പ്രഭാത ഭക്ഷണം വളരെ നേരത്തെ കഴിച്ചാൽ അയാളുടെ ആയുസ് അള്ളാഹു വർദ്ധിപ്പിക്കുന്നതാണ്. പ്രഭാത ഭക്ഷണം നാം വളരെ നിസ്സാരമാക്കി ചിലർ കഴിക്കുകയും ചിലർ കഴിക്കാതെ ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പ്രഭാത ഭക്ഷണം വളരെ നേരത്തെ സ്ഥിരമായി കഴിച്ചാൽ ആയുസ് വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രദോഷ ഭക്ഷണം, അതായത് രാത്രി നാം കഴിക്കുന്ന ഡിന്നർ, അതും വളരെ വേഗത്തിൽ കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കാരത്തിന് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കുകയും ഭക്ഷണത്തിന്റെയും ഉറക്കത്തിന്റെയും ഇടയിൽ ഏകദേശം 3 മണിക്കൂറുകളോളം സ്പേസ് ഇടുകയും ചെയ്യുമായിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതും ആയുസ്സിനെ വർദ്ധിപ്പിക്കും. മാത്രമല്ല, ആരോഗ്യപരമായി നോക്കുമ്പോൾ ദഹനത്തിന് വേണ്ടത്ര സമയം കണ്ടെത്തുന്നതിന് ശരീരത്തിന് ഇത് ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിന്റെ സ്ട്രെയിൻ കുറയുകയും വളരെ റിലാക്സ്ഡ് ആവുകയും നമുക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയും ചെയ്യും. 5. വ്യഭിചാരത്തെ സൂക്ഷിക്കുക, വ്യഭിചരിക്കാതിരിക്കുക എന്നുള്ളതാണ്. വ്യഭിചാരം നിത്യവൃത്തിയാക്കുന്ന, വ്യഭിചാരം പതിവാക്കുന്നവർക്ക് ആയുസ് കുറയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിഷ, അത് വളരെ മ്ലേച്ഛകരമായ പൈശാചിക പ്രവർത്തനമാണ്. വ്യഭിചാരത്തെ സൂക്ഷിക്കുകയും വ്യഭിചരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നവർക്കും ആയുസ് വർദ്ധിക്കുന്നതാണ്. ഈ പറയപ്പെട്ട വിലയേറിയ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റവരിലേക്കും ഈ വിലപ്പെട്ട അറിവ് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം രേഖപ്പെടുത്തുന്ന വലിയ സൽക്കർമ്മമായി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.